ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്ഡേറ്റ് മീൻസ് 10 വർഷമായ ആളുകളുടെ ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ള ഗവൺമെന്റിന്റെ പുതിയ ഉത്തരവ് പ്രകാരം എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ചെയ്യുന്നതിനായിട്ട് ആധാർ കാർഡ് മൊബൈൽ നമ്പർ ആധാർ കാർഡ് മൊബൈൽ നമ്പർ ലിങ്ക് ആയിരിക്കണം. ലിങ്കായ ആളുകൾക്ക് മാത്രമാണ് ചെയ്യാനായിട്ട് സാധിക്കുക. അതിനായിട്ട് നമ്മൾ ലോഗിൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്യാപ്ച തൊട്ട് താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെൻഡ് OTP എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് വന്നിരിക്കുന്ന അല്ലെങ്കിൽ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് വന്നിരിക്കുന്ന OTP ഇവിടെയായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ഡോക്യുമെന്റ് അപ്ഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 14/9/2023 വരെ സൗജന്യമാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 50 രൂപ പേയ്മെന്റ് അടക്കേണ്ടി വരും. ഇപ്പോഴാണെങ്കിൽ നമുക്ക് പേയ്മെന്റ് കാര്യങ്ങളൊന്നും അടക്കേണ്ട ആവശ്യമില്ല. കസ്റ്റമറോട് സർവീസ് ചാർജ് മാത്രം വാങ്ങിയാൽ മതിയാവുന്നതാണ്. ഇവിടെ നമുക്ക് ഡോക്യുമെന്റ് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തത് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും അടുത്തത് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഈ ആധാർ കാർഡ് ബേസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ മുഴുവനായിട്ട് ഇവിടെ ഷോ ചെയ്തിട്ടുണ്ട്. പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അഡ്രസ്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ മുകളിലുള്ള വിശദാംശങ്ങൾ ശരിയാണെന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അടുത്തത് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് ID പ്രൂഫ് ആയിട്ടുള്ള ഒരു രേഖയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ അതിനായിട്ട് ഒരു സാധുവായ പിന്തുണ രേഖ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പാൻ കാർഡാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തത്. സെലക്ട് ചെയ്യുക. നമ്മളെ ഡാറ്റ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് പേരും ഡേറ്റ് ഓഫ് ഇയറും അല്ലെങ്കിൽ വർഷവും ജന്മതീയതിയും കൃത്യമായിരിക്കണം. ആണെങ്കിൽ മാത്രമേ നമ്മളത് കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഫയൽ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്നത് തുടരുക എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പാൻ കാർഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഞാൻ ആ ഒരു ഫയൽ അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. അടുത്തായിട്ട് അഡ്രസ്സിനുള്ള ഒരു പ്രൂഫാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇവിടെ ഞാൻ ഇന്ത്യൻ പാസ്പോർട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. പാസ്പോർട്ടിൽ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും പേരും എല്ലാം ക്ലിയർ ആണെങ്കിൽ ആ ഒരൊറ്റ പ്രൂഫ് തന്നെ നമുക്ക് 2 സ്ഥലത്തും കൊടുക്കാവുന്നതാണ്. ശേഷം തൊട്ട് താഴെയുള്ള കൺസെന്റ് ബോക്സ് ടിക്ക് കൊടുത്ത് അടുത്തത് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ശരി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് ഇവിടെ ആയിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. സമർപ്പിക്കുക എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ അപേക്ഷ നമ്മൾ ഗവൺമെന്റിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. അക്നോളജ്മെന്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആവശ്യമെങ്കിൽ നമുക്ക് അക്നോളജ്മെന്റ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും.